മനസ്സിലാക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ട ഒരു ഭാഷയുണ്ട്. ആ ഭാഷ ഏതാന്ന് ചോദിച്ചാൽ വിശ്വാസത്തിന്റെ ഭാഷയാണ്. വിശ്വാസത്തിന്റെ ഭാഷ നമുക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയാൽ ഇവിടെ നമ്മൾ കാണുന്ന സ്പീഡിലല്ല പിന്നെ കാര്യങ്ങൾ പോകുന്നത്. ദൈവപ്രവൃത്തി നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഈ ഭാഷ നിങ്ങൾ പഠിക്കണം. ഈ ഭാഷ നിങ്ങൾ നിങ്ങളോടും നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളോടും സംസാരിക്കണം. അതുകൊണ്ട് പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ, കടന്നു പോകുന്ന ജീവിതത്തിന്റെ അനുഭവം എന്തുമായിക്കൊള്ളട്ടെ, അതിനെ നോക്കിയിട്ട് ലോകത്തിന്റെ ഭാഷ സംസാരിക്കരുത്. ഇത് നടക്കില്ലച്ചോ, ഇത് ശരിയാകില്ലച്ചോ, ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ലച്ചോ, ഇതൊന്നും രക്ഷപ്പെടില്ലച്ചോ, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോവുള്ളച്ചോ, ഇതൊന്നും സൗഖ്യം, അങ്ങനൊന്നും പറയരുത്. അത് ലോകത്തിന്റെ ഭാഷയാണ്. ദൈവത്തിന് ഏതവസ്ഥകളിലും ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റും. ദൈവത്തിന്റെ ശക്തിക്ക് മാത്രം പരിമിതി കൊടുക്കരുത്. നീ വിശ്വസിക്കുക. ഇപ്പൊ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ ഭാഷ നിർത്തിയിട്ട് വിശ്വാസത്തിന്റെ ഭാഷ നീ സ്വീകരിക്കുക. അങ്ങനെയെങ്കിൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. പറഞ്ഞ ദൈവം